രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജാപ്പനീസ് സൈന്യം സ്വന്തം നാട്ടിൽ നിന്നും ജപ്പാൻ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം ലൈംഗിക അടിമകളായി പിടിച്ചുകൊണ്ടുപോയ സ്ത്രീകളെയും കുട്ടികളെയുമാണ് ലോകചരിത്രത്തിൽ കംഫർട്ട് വിമൺ എന്ന് വിളിക്കുന്നത്. 6 വർഷവും 1 ദിവസവും നീണ്ടുനിന്ന ആ മഹായുദ്ധത്തിനിടെ സൈനിക മേധാവികൾ ഗവൺമെന്റിനോട് ഒരു ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. യുദ്ധത്തിനിടെ പൊട്ടിപ്പുറപ്പെട്ടേക്കാവുന്ന തങ്ങളുടെ ലൈംഗിക താൽപര്യത്തെ ശമിപ്പിക്കാൻ വേണ്ടി കുറച്ചു കംഫർട്ട് വിമണിനെ തിരഞ്ഞെടുത്ത് യുദ്ധമുഖത്തേക്ക് പറഞ്ഞുവിടണം. യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന കാലമായതിനാൽ തന്നെ അങ്ങനെയൊരാവശ്യം സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുമുണ്ടായപ്പോൾ അതിനെ അവഗണിക്കാൻ ജാപ്പനീസ് സർക്കാരിനു കഴിഞ്ഞില്ല. അതോടെ ആ പണിക്ക് നിർബന്ധിച്ച് ജപ്പാൻ സൈന്യം സ്വന്തം നാട്ടുകാരെയും കീഴടക്കുന്ന നാട്ടിലെ യുവതികളെയും ഉപയോഗിക്കാൻ തുടങ്ങി. അന്ന് ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ജാപ്പനീസ് സൈന്യത്തിന്റെ ഇരകളായത്. പിന്നീട് 1993 മനുഷ്യത്വരഹിതമായ ഈ യുദ്ധകാല സംവിധാനത്തിന്റെ പേരിൽ ജപ്പാൻ ചീഫ് ക്യാബിനറ്റ് സെക്രട്ടറി യോഹോ കോനോ ദക്ഷിണ കൊറിയയോടും അവിടുത്തെ സ്ത്രീകളോടും മാപ്പപേക്ഷിക്കുക പോലും ചെയ്തിരുന്നു.